ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ പെസഹാപ്പം ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് പെസഹാപ്പം ഞാൻ ആവിയിൽ പുഴുങ്ങിയിട്ടല്ല ഉണ്ടാക്കണത്. അങ്ങനെ ചട്ടിയിൽ മൊരിച്ചെടുക്കുക ചെയ്യുക, ഒഴിച്ചിട്ട്. അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ ചെയ്യാറ്. അപ്പം അതുപോലെ തന്നെ ഞങ്ങളും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യുക. ആവിയിൽ പുഴുങ്ങൽ വളരെ കുറവാണ്. അപ്പം അതിനായിട്ട് കുറച്ച് ഉഴുന്നെടുത്തിട്ട് വറുത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് ഉഴുന്ന് അരച്ചിട്ടുണ്ട് ഇതേ. അപ്പോൾ ഇത് അതിൽ ഒഴിക്കണം. പിന്നെ കുറച്ച് അരിപ്പൊടി കൂട്ടണം. പിന്നെ തേങ്ങ ഒതുക്കി, ചുമന്നുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം കൂട്ടിയിട്ട് ഒതുക്കി അതും ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടി കൂട്ടി നമുക്കിതൊന്നൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിടും. അതായിട്ട് ഇനി ഇത് വറുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് കുഴച്ചെടുക്കാം. തേങ്ങ വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് കൂട്ടാൻ പോകണം. പിന്നെ കുറച്ച് ഉള്ളി വറുത്തിട്ടുണ്ട്, അതും ഇതിലിടാൻ പോകണം. ഇനി കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് അരിപ്പൊടി ഗ്ലാസ്സിൽ എടുക്കണം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഈ ഗ്ലാസ് കൊണ്ട് ഒരു 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ പകുതി എടുത്തിട്ട് വറുത്ത് പൊടിച്ചിട്ടുണ്ട്, പകുതിയാണ് കുതിർത്തി അരച്ചിട്ടുള്ളത്. പിന്നെ ഒരു മുറി തേങ്ങ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഒരു മുറിയിലൊരു പകുതി വറുത്ത് ഉള്ളിയും കൂടി വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കലക്കി ശരിയാക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലാണിത് മൊരിച്ചെടുക്കേണ്ടത്. എൻ്റെ അപ്പം വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ അമ്മ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ആവിയിൽ പുഴുങ്ങലില്ല. ഞങ്ങൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൺചട്ടിയിലാണ് അമ്മ ഇതൊക്കെ തയ്യാറാക്കാറ്. അപ്പോൾ ഇപ്പം അമ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളത് ഇങ്ങനെ ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ. അങ്ങനത് അപ്പം ഒരെണ്ണം തയ്യാറായി കഴിഞ്ഞു. കുരിശ് ഇട്ടിട്ടുള്ള അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൽ ഉള്ളിയും തേങ്ങയൊക്കെ മൊരിച്ചൊക്കെ ഇട്ടിട്ടുകൊണ്ട് ആ ഉഴുന്ന് വറുത്തൊക്കെ ഇട്ടത് കാരണം നല്ല രുചിയാണ് ഈ അപ്പം കഴിക്കാനായിട്ട്. പിന്നെ ഈ അപ്പത്തിലേക്കുള്ള പാല് കുറുക്കിയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അത് പാല് കുറുക്കാനായിട്ട്. പാല് കുറുക്കുന്നതിനായിട്ട് ഒരു തേങ്ങയുടെ പാല് 2 പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പോളം ഉണ്ടാക്കിയത്. പിന്നെ ഒരു 3 ടീസ്പൂൺ പൊടി, അതിന് കുറച്ച് പാലെടുത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. 4 വലിയ അച്ച് വെല്ലം ഉണ്ടായിരുന്നു, അത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ പൊടി കലക്കിയതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂടായി തുടങ്ങുന്നത്. ഇനി നമുക്ക് തുടരെ ഒന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരുമ്പോൾ നമുക്ക് 1 പാല് ഒഴിക്കണം. ചുക്ക് പൊടിച്ചത്, കുറച്ച് നല്ല ജീരകവും ഏലക്കായും പൊടിച്ചത് ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ 1 പാല് ഒഴിച്ചു. ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഇട്ട് കുറുക്കിയെടുത്തു. ഇതുപോലെയുള്ള ജ്യൂസോടെ വേണം കുറുക്കാനായിട്ട്. എങ്ങനെയാണ് ഞങ്ങളുടെ പാല് കുറുക്കൽ.
ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. താങ്ക് യു. ഇത് ഞങ്ങളുടെ പെസഹാപ്പം തയ്യാറായി. പാലും